ഹലോ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 78 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഫ്രാക്ഷൻസിന് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താമെന്നുള്ളത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ 3/5 ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു ഫ്രാക്ഷൻ നമ്മൾ ഡെസിമൽ ആക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ഫ്രാക്ഷനുകളുടെ ഡിനോമിനേറ്ററുകളെല്ലാം ഒന്നുകിൽ 10, 100, 1000 ആയിരുന്നു. അതായത് 0 അവസാനിക്കുന്ന നമ്പറുകളായിരുന്നു. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിനോമിനേറ്ററുകൾ 10 അല്ല, 100 അല്ല, 1000 അല്ല, മറ്റേതൊക്കെയോ സംഖ്യകളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്താം? ടീച്ചർ നേരത്തെ പറഞ്ഞു ഡിനോമിനേറ്ററുകളൊന്നും 10 അല്ല, 100 അല്ല, 1000 അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിനോമിനേറ്റർ 10ലോട്ടോ 100ലോട്ടോ 1000ലോട്ടോ മാറ്റണം. അതെങ്ങനെ മാറ്റാം? ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ഇവിടെ കിടക്കുന്നത് 5 ആണ്. അപ്പോൾ 5 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ എന്ത് ക്രിയ ചെയ്താൽ അതിൻ്റെ ഡിനോമിനേറ്റർ 10 ആകും, 10 ആകും. അല്ലെങ്കിൽ 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 10 ആവും? നമുക്കറിയാം ആൻസർ 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉടനെ തന്നെ ന്യൂമറേറ്റർ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ടീച്ചർ അവിടെ ചെയ്തിട്ടിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ 3/5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ്റെ 5 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഡിനോമിനേറ്റർ 10 ആയി. ഉടനെ തന്നെ ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 2 = 6/10 ആയി. 6/10 ആയി കഴിഞ്ഞാൽ നമ്മൾ സേഫ് സോണിലായി. നമുക്കറിയാം എങ്ങനെയാണ് ഡിനോമിനേറ്റർ 10, 100, 1000 ഫ്രാക്ഷനുകളെ ഡെസിമലാക്കാൻ നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പഠിച്ചേക്കണതാണ്. അപ്പോൾ 6/10 എന്ന് പറയുമ്പോൾ 10ൽ ഒരു 0 അതുകൊണ്ട് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4/5 ആണ്. ഡിനോമിനേറ്റർ 5 ആണ്. 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 10 ആകും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ഓപ്പറേഷൻ തന്നെ ന്യൂമറേറ്ററിൽ ചെയ്യണം. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8/10 എന്ന് കിട്ടി. ഇപ്പോൾ ഡിനോമിനേറ്റർ കിടക്കുന്നത് 10 ആണ്. അതായത് 10ൽ ഒരു 0 അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 0.8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1/20. അപ്പോൾ ഡിനോമിനേറ്റർ 20 ആണ്. അപ്പോൾ നോക്കൂ, ഈ ഡിനോമിനേറ്റർ 20നെ 10 ആക്കാനായിട്ട് എളുപ്പമല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടില്ല. പക്ഷേ 20നെ 100 ആക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലേ? 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ എന്താവും? 100 ആകും. നമുക്കൊന്നുകിൽ 10ഓ 100ഓ 1000ഓ ആയാൽ മതി. 0യിൽ അവസാനിക്കുന്ന നമ്പറുകളാക്കുന്നതാണ് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പം. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതേ ഓപ്പറേഷൻ എവിടെയും ചെയ്യാണ്? ന്യൂമറേറ്ററിൽ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 5/100 എന്ന് കിട്ടും. 100ൽ 2 0 ഉള്ളത് കൊണ്ട് 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.05. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7/8 ആണ്. അപ്പോൾ 8 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ 10 ആക്കാനും എളുപ്പമില്ല, 100 ആക്കാനും എളുപ്പമില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ എടുത്തു 1000. 8നെ 125 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി ടീച്ചറെ? 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടുന്നത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള നമ്പറുകൾ കണ്ടാൽ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1000 കിട്ടുക എന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ടീച്ചർ അങ്ങനെയാണ് കണ്ടെത്തിയത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്നറിയോ? 8നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1000 കിട്ടുക എന്നറിയാനായിട്ട് 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1000 കിട്ടും. അങ്ങനെ ഡിനോമിനേറ്ററായി 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ 1000 കിട്ടി. അതേ ഓപ്പറേഷൻ തന്നെ ന്യൂമറേറ്ററിൽ ചെയ്യുന്നു. ന്യൂമറേറ്ററിൽ 7നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ എന്താ വന്നത്? 875 ഡിവൈഡഡ് ബൈ 1000. 1000ൽ 3 0 ഉള്ളത് കൊണ്ട് 3 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 ലിറ്റർ പാലുണ്ട്. ഈ 3 ലിറ്റർ പാല് 8 ബോട്ടിലാക്കി, ഒരേ വലിപ്പമുള്ള 8 ബോട്ടിലാക്കിയാൽ ഓരോ ബോട്ടിലും എത്ര ലിറ്റർ പാല് കൊള്ളും? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ, അതായത് കുറേ എണ്ണത്തിന് തന്നിട്ട് ഒരെണ്ണത്തിൻ്റെ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത്.
കഴിഞ്ഞ വീഡിയോ ടീച്ചർ പറഞ്ഞിരുന്നു ഒരെണ്ണത്തിൻ്റെ വാല്യൂ തന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ഒന്നിൻ്റെ വാല്യൂ തന്നു എന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ, അതായത് ഒരു പേനയ്ക്ക് 5 രൂപ, 10 പേനയ്ക്ക് എത്രയാണ്, അപ്പോൾ 10 × 5. ഇവിടെ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. കുറേ എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഇത്രയാണെന്ന് തന്നു, അത് തുല്യമായിട്ട് ഇത്രയും കുപ്പികളിലേക്ക് ആക്കി, എങ്കിലും ഓരോ കുപ്പിയിൽ എത്രയുണ്ട് എന്ന് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, ടോട്ടൽ 3 ലിറ്റർ ഉണ്ട്, അതിന് 8 ബോട്ടിലായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഓരോ ബോട്ടിൽ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് 3/8. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോർമുല പോലെ യൂസ് ചെയ്യാം. ഓരോ ബോട്ടിലിൽ ഉള്ള അളവ് കാണാനായിട്ട് ടോട്ടൽ ബൈ നമ്പർ ഓഫ് ബോട്ടിൽ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ അളവ് കാണാനായിട്ട് ടോട്ടൽ ബൈ നമ്പർ ഓഫ് പേഴ്സൺ. അപ്പോൾ ഇവിടെ 3/8 ആണ്. 8 എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിന് നമ്മൾ എന്താക്കണം? നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡിനോമിനേറ്റർ ഒന്നെങ്കിൽ 10, 100, 1000 ആക്കണം. അപ്പോൾ നമുക്കിവിടെ 8നെ 1000 ആക്കാനാണ് എളുപ്പം. അപ്പോൾ 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 1000 കിട്ടും. അപ്പോൾ സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 125, സോ ആൻസർ ഇസ് 375 ഡിവൈഡഡ് ബൈ 1000. സോ 1000-ൽ 3 0 ഉള്ളത് കൊണ്ട് 3 സ്ഥാനം നീക്കി പോയിൻ്റ് ഇടുന്നു. ആൻസർ ഇസ് ഈക്വൽ ടു 0.375 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17 മീറ്റർ നീളമുള്ള റോപ്പ് ഒരു കയറിന് 25 തുല്യ കഷ്ണങ്ങളാക്കിയാൽ ഓരോ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആകെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീസസ്. 17 ഡിവൈഡഡ് ബൈ 25. നമ്മൾ നോക്കിയ ഡിനോമിനേറ്റർ 25 ആണ്. ആ ഡിനോമിനേറ്ററിനെ എന്താക്കാനാണ് എളുപ്പം? 100 ആക്കുന്നതാണ് എളുപ്പം. അപ്പോൾ 25 എന്ന ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആവും. സോ ന്യൂമറേറ്റർ ഓൾസോ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 4. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 68 ഡിവൈഡഡ് ബൈ 100. സോ ആൻസർ ഇസ് ഈക്വൽ ടു 0.68. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19 കിലോ അരിയുണ്ട്, അത് 20 ആൾക്കാർക്കായിട്ട് തുല്യമായിട്ട് ഭാഗിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിലോ അരി കിട്ടും? അപ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺ. അപ്പോൾ 19 ഡിവൈഡഡ് ബൈ 20. ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളത് 20 ആണ്. 20നെ 100 ആക്കുന്നതാണ് എളുപ്പം. സോ 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും. സോ ന്യൂമറേറ്റർ ഓൾസോ മൾട്ടിപ്ലൈ വിത്ത് 5. സോ ആൻസർ ഇസ് 95/100 is equal to 0.95 kilogram. Thank you.